അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നു. അതേ കർത്താവായ യേശു സ്വർഗത്തിലേക്ക് കടന്നുവെന്നാണ് ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ കയറിയവനാണ് എന്ത് കൊടുത്തത്? 5-fold മിനിസ്ട്രി കൊടുത്തത്. അതുകൊണ്ട് ആദ്യമായിട്ട് ദൈവദാസന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മിനിസ്ട്രി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തരുന്നതല്ല. ഇറ്റ്സ് എ ഗാഡ് ഗിവൺ മിനിസ്ട്രി. സഭ ആ ഒരു വലിയ സത്യം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായി ഉപദേഷ്ടാക്കന്മാരുമായി നിയമിച്ചുവെങ്കിൽ ബാക്കിയുള്ള ചിലരുണ്ട്. ആ ചിലരെന്ന് പറയുന്നത് വേണ്ടാത്തവരല്ല. സഭയിൽ ദേ ആർ വാല്യുബിൾ. അവർക്ക് ദൈവം ശുശ്രൂഷ കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ അതുമാകാം, അല്ല പിതാവാം ദൈവം നൽകിയതായിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഗിഫ്റ്റ്സ് അതുമാകാം. പ്രിയപ്പെട്ടവരെ, ഒരു സത്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്നിവിടെ കടന്നു വന്ന പ്രിയപ്പെട്ടവരിൽ ആത്മാവിൽ നിറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തി ജീവിതമുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയെന്നോട് പറയട്ടെ, യു ആർ ഗിഫ്റ്റഡ് ബൈ ഗാഡ്. ഇന്ന് ഈ സഭയിൽ വെച്ച് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ ചെത്തിയെടുക്കുക. 2 കാര്യങ്ങൾ ആവശ്യമാണ്. 1 ആരാധന, 2 ദൈവവചനം കേൾവി. അതിനാണ് സഭയിൽ ബൈബിൾ സ്റ്റഡി വെച്ചിരിക്കുന്നത്. മുടക്കരുതേ പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ എന്നെയും നിങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്ന കാര്യമാണ്. ഞാൻ സഭയുടെ മിസ്റ്ററീസ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. നിങ്ങളെ നടത്തുന്ന ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക് നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഒരിക്കലും എങ്ങിച്ചെന്ന് പറ്റുവാൻ സാധ്യമല്ല. അവരെ തരുന്ന ആലോചന വളരെ വാല്യുബിൾ ആയിരിക്കും.